പൗരന് നൽകുന്ന മൗലികാവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് ഒരു നിയമം നിർമ്മിക്കുവാൻ കോടതികൾക്കോ ഗവൺമെന്റിനോ സാധ്യമല്ല. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത്. 1946 ഡിസംബറിൽ, അതായത് സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗം തുടങ്ങിയിരുന്നു. പിന്നീട് ഏകദേശം 2 വർഷം 11 മാസം 18 ദിവസം എടുത്താണ് ഭരണഘടന പൂർത്തിയാക്കുന്നത്. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചു. പിന്നീട് അത് നിലവിൽ വരുന്നത് 1950 ജനുവരി 26 അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേ. ഇനി ഭരണഘടനയിൽ രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണത്തെക്കുറിച്ചും പൗരന്റെ അവകാശങ്ങളെക്കുറിച്ചും ഗവൺമെന്റിന്റെ രൂപീകരണത്തെക്കുറിച്ചുമുള്ള ഭാഗങ്ങൾ വിവിധ അനുച്ഛേദങ്ങളും ഭാഗങ്ങളുമായി തരംതിരിച്ച് നൽകിയിരിക്കുന്നു. ഇനി ആദ്യം ചോദിച്ച ചോദ്യം, സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപിരിഞ്ഞു പോവാനുള്ള അവകാശമുണ്ടോ? അനുച്ഛേദം 1 ആർട്ടിക്കിൾ 1 തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. അതായത് സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അല്ല, അതായത് ഫെഡറേഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലൂടെയല്ല ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകാനുള്ള യാതൊരു അവകാശവും ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാം, അതിർത്തികൾ നിർണയിക്കാം. പക്ഷേ ഇന്ത്യൻ യൂണിയനെ തകർക്കാൻ ഭരണഘടനാപരമായി സാധ്യമല്ല. ഇതിൽ ഇന്ത്യയിലുള്ള പ്രദേശങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, സംസ്ഥാനങ്ങൾ, ഇനിയും കൂട്ടിച്ചേർക്കാൻ ഇടയുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നുണ്ട്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിലൂടെ വീണ്ടും ഊന്നി പറയുന്നത് സംസ്ഥാനങ്ങൾക്കോ ഇന്ത്യയിലെ ഒരു ഭാഗത്തിനോ ഇന്ത്യയിൽ നിന്ന് വേർപിരിഞ്ഞു പോകാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് തന്നെയാണ്. രാജ്യത്തിന്റെ ഒരുമയ്ക്ക് എന്നെന്നും പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ടു പോകാവുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ ഭരണഘടന രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഭരണഘടനയുടെ അനുച്ഛേദം 1 തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു.